ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഒറ്റ വിഭവം തന്നെ ഉണ്ടാക്കി നമുക്ക് 2 ഫ്ലേവറിൽ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യൂമിൻ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാ റവയാണ്, നോർമൽ റവയാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഈ ഒരു ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു റവയും കൂടെ ഒന്ന് റോസ്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല തിളച്ച വെള്ളം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. ഇനി ഇതിലോട്ട് ആട്ടപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് റവ എന്ന കണക്കാണ്. അപ്പോൾ അതിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ തിക്കായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറിയ തീയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളം പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആട്ടപ്പൊടി സാധാ ആട്ടപ്പൊടി തന്നെയാണ്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആട്ടപ്പൊടിയാണ്. ഇനി ഇത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഓൾറെഡി നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നിറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിൽ. പിന്നെ മാവ് നിങ്ങൾക്ക് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കട്ടിക്കാനുള്ളതെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ബോൾസാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ തേങ്ങയിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് 20 മിനിറ്റോളം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിന് കാര്യമായിട്ട് കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ ബാലൻസ് ഉള്ളത് ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ വൈകുന്നേരത്തേക്കൊക്കെ. അപ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരിച്ചിരി കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വാടി കിട്ടിയാൽ മതി, നല്ലോണം ഫ്രൈ ആയി വരണമെന്നില്ല. അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഈ ഒരു മുളകിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ ഒരു അപ്പം ഞാൻ ഏകദേശം ഒരു പകുതിയേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിച്ചെടുക്കാം.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു മസാലയിലൊന്ന് ചെറിയ തീയിലൊന്ന് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിൽ, നല്ലോണം നല്ല കേട്ടോ, ഒരു പൊടിക്ക് അപ്പോൾ നമുക്ക് പറഞ്ഞൊരു ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ കല്ലുമ്മക്കായ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫ്ലേവറൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്കധികം ചിലവോ അധികം പണിയോ ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലെ ഇതുപോലെ ഫ്രൈ ചെയ്യാത്തയും വൈകുന്നേരം ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്